ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുക്കിംഗ് ഒട്ടും ആവശ്യമില്ലാത്ത ഇൻസ്റ്റന്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു വെയിറ്റ് ഗെയിനിങ് റെസിപ്പിയാണ്. കുക്കിംഗ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാവലിംഗ് ടൈമിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. റോൾഡ് ഓട്സ് ആണ്. ഈ റോൾഡ് ഓട്സിനെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടും. കരിഞ്ഞു പോകാതെ തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സിന്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പ് ബ്രോക്കൺ വീറ്റ് ആണ്, അതായത് നമ്മുടെ നുറുക്ക് ഗോതമ്പ്. ഇതിനെയും നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രോക്കൺ വീറ്റും ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഓട്സും ബ്രോക്കൺ വീറ്റും ഒന്ന് ചൂടാറണം. അപ്പോൾ ഇത് നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കൺ വീറ്റും ഓട്സും ഒക്കെ ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും 1.5 ടീസ്പൂൺ ഏലക്കായ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്കിത് കൊടുക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് അരിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞതുകൊണ്ട് ഇത് അരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് കുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൗഡർ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് ഇതിൽ നിന്ന് ആവശ്യമുള്ളത്ര അളവിൽ പൗഡർ എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒപ്പം നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് പൗഡർ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ചു മൂടി വെക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം നിങ്ങൾ മൂടി ഓപ്പൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് പ്രിപ്പയർ ആയി കഴിഞ്ഞു. ട്രാവലിംഗ് ടൈമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം നെയ്യ് കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ പൗഡറിലേക്ക് നിങ്ങൾക്ക് മധുരത്തിനായിട്ട് പനഞ്ചക്കരയോ പനങ്കൽക്കണ്ടമോ പൊടിച്ചെടുത്തതും കൂടെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാവലിംഗ് ടൈമിൽ ഒരു ഫോർക്ക് കൂടെ കൈ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ഞാലിപ്പൂവനോ മറ്റോ ഫ്രഷ് ആയിട്ട് തന്നെ ഉടച്ച് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി കുറുക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ മിക്കവാറും പേര് സെറിലാക്ക് യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുക്കിംഗ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ ഒരേ ഒരു തവണ ഇങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് സെറിലാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. അതേസമയം സെറിലാക്കിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഹൈലി ഷുഗർ കണ്ടന്റ് നിങ്ങളുടെ കുട്ടികളുടെ ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരം ടിൻ ഫുഡൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്ന കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ ദോഷകരമാണെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പൗഡർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മാസം വരെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന സെറിലാക്കിനേക്കാളും ഇരട്ടിയിലധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇത്തരം ഇൻസ്റ്റന്റ് കുറുക്കുകൾ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ സെറിലാക്ക് പോലുള്ള ടിൻ ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കുന്നത്? അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിച്ചൂസ് നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.